ജോ, നമുക്ക് വളരെ പെട്ടെന്ന് പത്രങ്ങളിലേക്ക് കിടക്കാം. എന്തെല്ലാമാണ് പത്രങ്ങളിൽ പ്രധാന വാർത്തകൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഒക്കെയാണ് മുൻ പേജുകളിലും ഉൾപേജുകളിലും മലയാള പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ആംഗിളുകളിലും സമീപനങ്ങളിലും ഒക്കെ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോ പത്രങ്ങളിലേക്ക് എത്തുമ്പോൾ. ആദ്യം തന്നെ മാതൃഭൂമി എടുത്ത് പരിശോധിക്കുമ്പോൾ മുൻ പേജിൽ മാതൃഭൂമി ഇടതു സർക്കാർ വികസന മുടക്കികൾ എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തലക്കെട്ടായി പ്രധാനപ്പെട്ട വാർത്തയായി നൽകുകയാണ്. രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇടത് സർക്കാർ എല്ലാ ശക്തിയും കഴിവും ഉപയോഗിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ ഗുണം സാധാരണക്കാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ വാർത്ത പറയുകയാണ്. ത്രിപുരയും ബംഗാളും ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി പ്രസംഗിച്ചതും എടുത്തുകാട്ടുന്നു മാതൃഭൂമി. MMC കോൺഗ്രസ് എന്ന വിമർശനവും മാതൃഭൂമി എടുത്തുകാട്ടുന്നുണ്ട് റിപ്പോർട്ടിൽ. കോൺഗ്രസ് ഭരിച്ചപ്പോൾ കേരളത്തിൽ സാധാരണക്കാർക്ക് ഗുണമുണ്ടായില്ല, വികസനത്തിനുള്ള ഒരു പദ്ധതിയും കോൺഗ്രസിനില്ല, കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി മാറി എന്ന പ്രധാനമന്ത്രിയുടെ വിമർശനം അടക്കമുള്ളവ മുൻപേജിൽ നൽകുന്നു മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ടെലിവിഷൻ ചാനലുകൾ ന്യൂസ് മലയാളം അടക്കം വലിയ പ്രാധാന്യത്തിൽ നൽകിയ ഒരു വിഷയമാണ്. വിവാദമായി MT സ്പേസ് എന്ന MT വാസുദേവൻ നായരുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം വിവാദമായതിൻ്റെ റിപ്പോർട്ടാണ് ഈ നൽകിയിരിക്കുന്നത്. MT വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ പ്രമീള നായരെക്കുറിച്ച് ദീദി ദാമോദരനും ലക്ഷ്മിക്കുട്ടിയും ചേർന്ന് എഴുതിയ MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MTയുടെ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിഷയത്തിൽ എഴുത്തുകാരിയുടെ പ്രതികരണം അടക്കം, അതായത് ദീദി ദാമോദരൻ്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും പ്രതികരണം അടക്കം നൽകിക്കൊണ്ടാണ് മാതൃഭൂമി മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. മാതൃഭൂമിയുടെ ഉൾപേജുകൾ പരിശോധിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. 5ാം പേജ് വാർത്തയും വീക്ഷണവും പേജ് എടുത്ത് നോക്കുമ്പോൾ ഭരണം തരൂ, സ്വർണ്ണം കട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നു. ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും നൽകുന്നു. അമൃത് ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങി എന്നതടക്കമുള്ള ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി ഈ പേജിൽ 5ാം പേജിൽ നൽകുന്നത് ശ്രദ്ധേയമാണ്. കാന്തപുരം വിഭാഗം അകന്നാൽ പ്രശ്നം, ജാഗ്രതയിൽ CPIM എന്ന തലക്കെട്ടിൽ ഉള്ള റിപ്പോർട്ടാണ് ഇത്. മതവർഗീയ പ്രസ്താവനകളോടും നിലപാടുകളോടും CPIM കൈക്കൊള്ളുന്ന ഉദാസീന നിലപാട് വിനയാകുമോ എന്ന ആശങ്കയിലാണ് മലബാറിലെ ഒരു വിഭാഗം ഇടതു നേതാക്കൾ എന്നാണ് മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ട് പറയുന്നത്. മുസ്ലിം വിഭാഗത്തെ മൊത്തത്തിൽ എതിർസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് AP വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരം നിലപാടിൻ്റെ കർക്കശ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മന്ത്രി സജി ചെറിയാൻ വിവാദമായ പ്രസ്താവന നിരുപാധികം പിൻവലിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ട് 2020യുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2020യിൽ കലഹം NDA പ്രവേശനത്തിന് പിന്നാലെ എന്നാണ് ഈ റിപ്പോർട്ട് മാതൃഭൂമി പറയുന്നത്. ഒരു വിഭാഗം നേതാക്കൾ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു എന്നും കൂടുതൽ പ്രവർത്തകർ പാർട്ടി വിടും എന്നുമൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. CPIMലേക്കും പ്രവർത്തകർ എത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലയാള മനോരമ എടുത്ത് പരിശോധിക്കുമ്പോൾ മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ്, മോദിയുടെ വിമർശനമാണ്. അതിന് തലക്കെട്ട് നൽകുന്നത് വികസിതം വിമർശനം എന്നാണ് മലയാള മനോരമ. വികസനവും രാഷ്ട്രീയവും ചർച്ചയാക്കി പ്രധാനമന്ത്രി എന്ന ഉപതലക്കെട്ടും നൽകുന്നുണ്ട്. വികസിത കേരളത്തിനായി കേന്ദ്രം ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപനം, സ്വർണ്ണക്കൊള്ളക്കാരെ ജയിലിലാക്കുമെന്ന് ഉറപ്പ്, പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നും മനോരമയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മനോരമ മുൻപേജിൽ ഇതോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നത് കണ്ണൂർ CPIMലെ പൊട്ടിത്തെറി, പയ്യന്നൂരിൽ നിന്നുള്ള റിപ്പോർട്ട്. CPIMൽ ഫണ്ട് പൊട്ടിത്തെറി 1 കോടിയിലേറെ തട്ടിയെടുത്തു എന്ന V കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. തുറന്നടിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ. ആരോപണം പയ്യന്നൂർ MLA TI മധുസൂദനന് എതിരെ ധനാപഹരണ പരാതി മുഖ്യമന്ത്രിക്കും ഗോവിന്ദനും അറിയാമായിരുന്നു എന്നതടക്കമുള്ള കുഞ്ഞികൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ്താവന വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ CPIMൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൻ്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ
പ്രതികരണമടക്കം മുൻപേജിൽ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട്. ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും കുഞ്ഞികൃഷ്ണൻ രാഷ്ട്രീയ എതിരാളികളുടെ കോടാലിക്കൈ ആയി മാറിയെന്നുമാണ് ഇന്നലെ രാകേഷ് പ്രതികരിച്ചത്. ഇതടക്കം പ്രധാനപ്പെട്ട വാർത്തയായി മുൻപേജിൽ നൽകുന്നുണ്ട് മലയാള മനോരമയിൽ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്ന തലക്കെട്ടിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അത് ഇങ്ങനെയാണ് വാർത്ത. 2 തവണ പ്രവേശന പരീക്ഷ നീറ്റ് എഴുതിയിട്ടും MBBS സീറ്റ് ലഭിക്കാത്ത യുവാവ് കണ്ടെത്തിയ പോംവഴി ഇങ്ങനെ: കാൽപാദം മുറിച്ച ശേഷം ഭിന്നശേഷി സംവരണത്തിൽ പ്രവേശനം നേടുക. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്തെങ്കിലും അന്വേഷണത്തിൽ പോലീസ് തട്ടിപ്പ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ജോൺപൂർ സ്വദേശി സുരാജ് ഭാസ്കറാണ് ഈ കടും കൈ ചെയ്തത് എന്നാണ് മലയാള മനോരമ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാധ്യമം എടുത്തു നോക്കുമ്പോൾ വന്നൊരു പോക്ക് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി വന്നു, വമ്പൻ പ്രഖ്യാപനങ്ങളില്ല എന്ന ഉപതലക്കെട്ടും നൽകിക്കൊണ്ട് മോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുകയാണ്. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചു മോദിയെന്നും മാധ്യമം ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. മംഗളത്തിൻ്റെ മുൻപേജ് നോക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയും ബാങ്ക് തട്ടിപ്പും മാത്രം മോദി വന്നു രാഷ്ട്രീയം പറഞ്ഞു മടങ്ങി എന്നാണ് മംഗളത്തിൻ്റെ ആംഗിൾ. LDFനെയും UDFനെയും കടന്നാക്രമിച്ച പ്രസംഗം. അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ഇടത് സർക്കാർ കൊള്ളയടിച്ചു. കേരളത്തിലുള്ളത് മുസ്ലിം ലീഗ്, മാവോവാദി കോൺഗ്രസ് എന്ന പ്രധാനമന്ത്രിയുടെ ആരോപണവും വാർത്തയാക്കുന്നു മംഗളത്തിൻ്റെ മുൻപേജ്. അതേസമയം മംഗളം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വലിയ പ്രാധാന്യത്തിൽ മുൻപേജിൽ നൽകുന്നത് ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിലും അഴിമതി തെളിഞ്ഞു, പുതിയ കേസെടുക്കും എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടാണ്. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യാൻ SIT ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ അനുമതി തേടും. പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചതിലും അഴിമതി നടന്നെന്ന വിവരത്തെ തുടർന്നാണ് ഇത് എന്ന് മംഗളത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. CPIഎമ്മിൻ്റെ മുഖപത്രം ദേശാഭിമാനിയിലേക്ക് എത്തുമ്പോൾ ദേശാഭിമാനി പ്രാധാന്യത്തോട് നൽകുന്ന ഒരു വാർത്ത ലോക സാമ്പത്തിക ഫോറത്തിൽ തിളങ്ങി കേരളം എന്ന തലക്കെട്ടിലുള്ളതാണ്. നിക്ഷേപം എത്തും 1.18 ലക്ഷം കോടി എന്ന തലക്കെട്ടിൽ ഈ റിപ്പോർട്ട് നൽകുന്നു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപ്പര്യപത്രം ഒപ്പുവെച്ച് കേരളം എന്നാണ് റിപ്പോർട്ട്. അമേരിക്ക, UK, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ കമ്പനികളുമായാണ് $14 ബില്യൺ മൂല്യമുള്ള താൽപ്പര്യപത്രങ്ങൾ ഒപ്പുവെച്ചത് എന്നും ദേശാഭിമാനി ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. പ്രധാനമന്ത്രി എത്തിയതടക്കമുള്ള വാർത്തകളും ദേശാഭിമാനി നൽകുന്നുണ്ട്. വീക്ഷണം എടുത്ത് പരിശോധിക്കുമ്പോൾ കണ്ണൂർ CPIഎമ്മിൽ നിന്നുള്ള കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വാർത്ത രക്തസാക്ഷികളെ മാപ്പ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ 46 ലക്ഷം കട്ടു എന്നതടക്കമുള്ള കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി എടുത്തു കാട്ടുന്നു വീക്ഷണം. ഇന്ന് മധുസൂദനൻ MLAക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്നതടക്കമുള്ള ഉപതലക്കെട്ടുകളും ഈ വാർത്തയ്ക്ക് നൽകുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വീക്ഷണത്തിൻ്റെ മുൻപേജിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. SITയിലും ചെമ്പ്, പ്രതികൾ പുറത്തേക്ക് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ്. മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം വൈകിപ്പിച്ച CPIഎം നേതാക്കൾക്ക് രക്ഷപ്പെടാൻ പ്രത്യേക അന്വേഷണ സംഘം വഴിയൊരുക്കുന്നു എന്നാണ് വീക്ഷണത്തിൻ്റെ കണ്ടെത്തൽ. അത് വളരെ വിശദമായി തന്നെ വീക്ഷണം ഈ റിപ്പോർട്ട് നൽകുന്നുണ്ട് മുൻപേജിൽ. സിറാജ് എടുത്ത് പരിശോധിക്കുമ്പോൾ പദ്ധതികളില്ല, ബ്ലൂ പ്രിൻറ്റും രാഷ്ട്രീയ വിമർശനം നടത്തി മോദി മടങ്ങി എന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന വാർത്ത നൽകുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ സിറാജ് വിശദമായി നൽകുന്നത്. കേരള കൗമുദി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് മോദിയുടെ ഗ്യാരണ്ടി, അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ ജയിലിലടയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് മുൻപേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ചിത്രമടക്കം നൽകിക്കൊണ്ടാണ് ഇന്ന് കേരള കൗമുദി മുൻപേജിൽ നൽകിയിരിക്കുന്നത്. കേരള കൗമുദിയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായൊരു റിപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഫോണും TVയും ബെസ്റ്റ് ഫ്രണ്ട്സ്, കാഴ്ച കുറഞ്ഞ കുട്ടികൾ എന്ന ഒരു വാർത്തയാണ്. അമിതമായ മൊബൈൽ ഫോണിൻ്റെയും TVയുടെയും ഉപയോഗം കുട്ടികളിൽ കാഴ്ച വൈകല്യം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 5 വർഷം മുമ്പ് വരെ 100-5 കുട്ടികൾക്കാണ് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 10ലേക്ക് എത്തി എന്നും പറയുന്നു. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളായി കേരളത്തിൽ ഇറങ്ങുന്ന പത്രങ്ങളുടെ മുൻപേജിലും ഉൾപേജുകളിലും ഒക്കെ കാണാൻ കഴിയുന്നത്. ഹർഷൻ. റൈറ്റ്, ഷിജോ വെട്ടിക്കുഴിയാണ് വിശദമായിട്ട് പത്രവാർത്തകൾ അവതരിപ്പിച്ചത്.